2 മിനിറ്റ്സ് കൂടുതൽ ബ്രഷിങ് ചെയ്യാൻ പാടില്ല. ബ്രഷിങ് മാത്രം ഒരു പല്ലിനെ ഹെൽത്തി ആക്കും അങ്ങനെ പറയാൻ പറ്റില്ല. രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കേണ്ട ആവശ്യമുണ്ടോ? ഹലോ എവ്രിവൺ, ദിസ് ഈസ് ഡെന്റൽ ടോക്ക് വിത്ത് ഡോക്ടർ റിബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്സിൻ്റെയും അഡൾട്ട്സിൻ്റെയും ഡെന്റൽ റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ എല്ലാ പാരൻസിനുള്ളൊരു ഡൗട്ടാണ് ആക്ച്വലി എത്ര എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് കിഡ്സിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. അതിനെക്കുറിച്ച് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? പൊതുവെ എല്ലാ പേരൻസിനുള്ള ഡൗട്ടാണ് എത്ര എമൗണ്ട് ടൂത്ത് പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഒരു 0 to 2 years ചൈൽഡിലാണെങ്കിൽ നമ്മൾ ഒരു ഗ്രീൻ സൈസ്ഡ് എമൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുക. നേരെ വെച്ച് ഇപ്പം 3 years old 3 to 6 years old പേഷ്യൻറ്റിലാണെങ്കിൽ നമ്മൾ ഒരു പീ സൈസ്ഡ് എമൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ്, അതിലുപരി തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഏതാ യൂസ് ചെയ്യുന്നത് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്കിപ്പം മെഡിക്കൽ ഷോപ്പിലൊക്കെ കാണാം ഇതേപോലെ സ്പെസിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ കിഡ്സിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ പോലും സ്പെസിഫൈ ചെയ്തിട്ട് അതിൽ 0 to 2 years 3 to 6 years 6+ എന്ന് ഒരു കോളത്തിൽ എഴുതിയതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു 0 to 2 സ്പെസിഫിക്, അതായത് എല്ലാ ചിൽഡ്രനും ഒരേപോലെ ഇത് യൂസ് ചെയ്തുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഈ ഒരു 0 to 2 years നമുക്ക് പൊതുവേ കുട്ടികൾ പറഞ്ഞാലൊന്നും ചിലപ്പം മനസ്സിലാവണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ കേസിൽ കുട്ടികൾ ശാലോ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പം ഈ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉള്ള ഒരു പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലൂറോസിസ് വരാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 0 to 2 years പൊതുവേ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പേസ്റ്റുകളുണ്ട്. കോൾഗേറ്റിൻ്റെ ഒരു 0 to 2 years യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഉണ്ട്, പിന്നെ ചീക്കോ, അങ്ങനെ പല ബ്രാൻഡിൻ്റെയും ടൂത്ത് പേസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഫോമിങ് ഏജൻറ്റ് SLS പറയും, സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഈ സോഡിയം ലോറൈൽ സൾഫേറ്റ്, ഈ ഫോമിങ് ഏജൻറ്റ്, ഇതൊന്നും ഈ ഒരു 0 to 2 years ഓൾഡുള്ള ടൂത്ത് പേസ്റ്റിൽ കാണില്ല. അതേമാതിരി ഫ്ലൂറൈഡ് ഫ്രീ ഉള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇത്ര എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി അത് എത്ര എടുത്താലും ഒരു സൂപ്പർവിഷൻ അൺറോളിൽ വേണമല്ലേ നമ്മൾ അതിനെ ബ്രഷ് ചെയ്യാൻ കുട്ടികളിൽ. ആൻഡ് ഈ ഒരു സൂപ്പർവൈസിങ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ കുട്ടികൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 0 to 2 year ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ സ്വാലോ ചെയ്യാനുള്ള പ്രവണത കൂടുതലായിരിക്കും. അതായത് ആ ഒരു ടൈമിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞാലൊന്നും എത്രത്തോളം കുട്ടികളെ അനുസരിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പം പൊതുവേ ചില കുട്ടികൾക്ക് ഉള്ളൊരു ശീലമാണ് ഈ ഒരു ടൂത്ത് പേസ്റ്റ് സ്വാലോ ചെയ്യുന്ന ഒരു പ്രവണത ഉള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്യാറ് പൊതുവെ 0 to 2 year ഓൾഡ് പേഷ്യൻസിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ ഒരു 2 minutes കൂടുതൽ ബ്രഷിങ് ചെയ്യാൻ പാടില്ല. 2 minutes നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നിക്കിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പം ആദ്യം നമ്മൾ നമ്മുടേതായ ഒരു പ്രോപ്പർ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടികളും ഇതേപോലെ ഒരു ഹാബിറ്റായിട്ട് എടുക്കുകയുള്ളൂ. ഡോക്ടർ, ഈ കുട്ടികളിൽ പല്ല് കൂടുതൽ കേടുവരുന്ന പ്രവണത കാണാറുണ്ട്. അത് ആക്ച്വലി നമുക്കതിനെന്തെങ്കിലും എക്സ്ട്രാ പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇപ്പം ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റ്. ഇതിപ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു വർക്കിംഗ് പറഞ്ഞാൽ, നമ്മൾ പൊതുവേ കാറിനൊക്കെ ഒരു കോട്ടിങ് കാണുമല്ലോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാറിനൊക്കെ നമ്മൾ സെറാമിക് കോട്ടിങ്, ഗ്രഫീൻ കോട്ടിങ്, അതേപോലെയുള്ള കോട്ടിങ് കാണുമല്ലോ. ഇതേപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ പല്ലിലും ഈ വരുന്ന പല്ല് ഒരു ഫസ്റ്റത്തെ പെർമനൻ്റ് ആയിട്ടുള്ള പല്ലിനൊക്കെ നമുക്ക് കവറിങ് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്ഷൻ ലെയർ എന്നുള്ള പോലെ നമുക്കൊരു സീലൻ്റ് നമുക്ക് അപ്ലൈ ചെയ്താൽ ഒരു കോട്ടിങ് നമുക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഒരു കോട്ടിങ്ങിൽ ഒരു 4 കൊല്ലമൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ കെയർലെസ് ആയ കുട്ടികളിലൊക്കെ നമുക്ക് ബെറ്റർ കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റ്. ഈ അഡൾട്ടുകൾ റെഗുലറായിട്ട് ഏത് ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അതൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ? അതുപോലെ ഈ അഡൾട്ടുകൾ കോമൺ ആയിട്ട് അവർ സെൻസോഡൈൻ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഹാംഫുൾ കാര്യങ്ങളുണ്ടോ? തീർച്ചയായും. നമ്മൾ ഈ സെൻസോഡൈൻ പോലുള്ള സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പം കേട് വരുമ്പം, അതായത് പല്ലിലുമേ ഹോളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പം, അതേപോലെ തന്നെ മോണ ഇറങ്ങിക്കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കില്ല.
ഇത് വന്ന കാര്യം അറിയില്ല. പിന്നെ ലാസ്റ്റത്തെ ഒരു മൊമെൻറ്റിൽ പല്ല് പൊട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ബോധേഡാവുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് പറഞ്ഞ ഒരു സീലൻ്റ് പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പം ഈ ഒരു കേസിൽ പല്ല് പൊട്ടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് അറിയുക. പല്ല് വേദന വരില്ല, അത് ആ ഒരു ഇൻഡിക്കേഷൻ തന്നെ തരില്ല. സാധാരണ നമ്മൾ നുള്ളിക്കഴിഞ്ഞാൽ ഒരു റെഡ് മാർക്ക് വരുമല്ലേ, അതേപോലെ തന്നെ പല്ല് ഈ പറഞ്ഞ മാതിരി സിംറ്റം നമുക്ക് ഇങ്ങനെ കാണിക്കും. പല്ല് വേദന, പല്ല് കേടുണ്ടെങ്കിൽ, പല്ല് പൊത്തുണ്ടെങ്കിൽ പല്ല് പിന്നെ ഒരു സിംറ്റം കാണിക്കും, വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സിംറ്റം ഈ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇത് പൊട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. അപ്പം അതുകൊണ്ടാണ് പൊതുവേ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറ് ഈ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. അതായത് നോർമൽ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂത്ത് പേസ്റ്റായിട്ട് ഇതിൽ കണക്കാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ റെഗുലർ യൂസിന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലെ ആൻസറാണ്, റെഗുലർ യൂസിന് പൊതുവേ യൂസ് ചെയ്യാവുന്നത് കോൾഗേറ്റ് ടോട്ടൽ പോലുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അത് പല ബ്രാൻഡിൻ്റെയും ടൂത്ത് പേസ്റ്റുകളുണ്ട്. സിഗ്നൽ ഉണ്ട്, പിന്നെ ഓറൽ ബി ഉണ്ട്. അപ്പം ഇതേപോലുള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ബെറ്റർ യൂസ് ചെയ്യുക. അതായത് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റിലെ കോൾഗേറ്റൊക്കെ ഒരു വൈറ്റ് കളറല്ലേ, ജെൽ ടൈപ്പ് അല്ലാണ്ട് നമ്മൾ നോർമൽ വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഡോക്ടർ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ, അതായത് ഈ ആയുർവേദിക് ടൂത്ത് പേസ്റ്റുകൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യൂല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ അബ്രേസീവ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. അപ്പം ഈ പൊതുവേ പേഷ്യൻസിനുള്ള ഒരു ധാരണയാണ് നല്ല ഉറക്കെ അമർത്തി കഴിഞ്ഞാലൊക്കെ പല്ല് പിന്നെ നന്നായിട്ട് വെട്ടി തിളങ്ങും എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ ഒരു അബ്രേസീവ് കണ്ടൻറ്റ് കൊണ്ട് നമ്മൾ ഒന്നും കൂടിയും പിന്നെ ഹെവിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പം തേയ്മാനം കൂടും. അപ്പോൾ പല്ലിൻ്റെ തേയ്മാനം നന്നായിട്ട് കൂടും ഈ ആയുർവേദിക് ടൈപ്പുള്ള അബ്രേസീവ് കണ്ടൻറ്റുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ കാരണം കൊണ്ട് നമ്മൾ നോർമലി റെക്കമെൻഡ് ചെയ്യാറ് നോർമലായിട്ടുള്ള കോൾഗേറ്റ് ടോട്ടൽ അങ്ങനത്തെ ടൂത്ത് പേസ്റ്റുകളാണ് യൂസ് ചെയ്യാറ്. ഇനി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അതായത് രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഡോക്ടറിൻ്റെ അഭിപ്രായം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പൊതുവെ എണീറ്റ് വരുമ്പം നമ്മുടെ ഉള്ളിലുള്ള ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം ഈ ഗുഡ് ബാക്ടീരിയാസ് നമ്മളെ ഉള്ളിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും റെക്കമെൻഡായി പറയുന്നത് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുടിക്കുക. അല്ലാതെ നേരെ പോയി നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഉറക്കപ്പിച്ചയിൽ പോയിട്ട് പല്ല് തേക്കും. അപ്പോൾ ചില ഭാഗത്ത് ചിലപ്പോൾ ബ്രഷ് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ആ ഒരു ഉറക്കപ്പിച്ചയിൽ പല്ല് തേക്കുന്നതിനെക്കാട്ടിലും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് സാവധാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടില്ല. അതാകുമ്പോൾ ഗുഡ് ബാക്ടീരിയ നമുക്ക് കിട്ടും. പിന്നെ എണീറ്റ് ഒന്ന് ആക്റ്റീവ് മോഡിൽ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഡോക്ടർ, ഈ ബ്രഷിങ് മാത്രമാണോ നമ്മുടെ പല്ലിനെ ഹെൽത്തി ആക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ബ്രഷിങ് മാത്രം ഒരു പല്ലിനെ ഹെൽത്തി ആക്കും എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ബ്രഷിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫാക്ടേഴ്സും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഫ്ലോസിങ് നമ്മൾ എന്തായാലും ഒരു പല്ലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഹെൽത്തി ടൂത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇതൊരു ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റാൻ ഈ ഫ്ലോസിന് മാത്രമേ പറ്റുള്ളൂ. ബ്രഷിനൊരു പരിധി വരെ അത് സഹായിക്കാൻ പറ്റുള്ളൂ. ഒന്നും കൂടിയും നമ്മുടെ പല്ല് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലോസിങ് ആയിരിക്കും. ഫ്ലോസിങ് തന്നെ നമുക്ക് 2 കാറ്റഗറിയിലുണ്ട്. മാനുവലായിട്ടും ഉണ്ട്, പിന്നെ അതേമാതിരി വാട്ടർ ഫ്ലോസറും ഉണ്ട്. അപ്പം മാനുവലായിട്ട് പൊതുവേ എല്ലാവർക്കും ഈ മടിയുള്ള കാര്യമാണ് ഈ പിന്നെ ആ ഒരു നൂല് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ. ചിലവർക്ക് അത് ബുദ്ധിമുട്ടായി കാണുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ പൊതുവേ സജസ്റ്റ് ചെയ്യാറ് പിന്നെ വാട്ടർ ഫ്ലോസറാണ്. വാട്ടർ ഫ്ലോസർ മാനുവൽ ഫ്ലോസറിനെക്കാട്ടിലും ഒരു സ്റ്റഡീസ് പ്രകാരം 29% പിന്നെ എഫക്റ്റീവാണ്, മോർ എഫക്റ്റീവാണ് മാനുവൽ ഫ്ലോസറിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ വാട്ടർ ഫ്ലോസറിൽ നമുക്ക്
എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻ്റ്, അതേപോലെ ഇംപ്ലാന്റ് ചെയ്ത പേഷ്യൻസ്, ബ്രിഡ്ജ് ഉള്ള പേഷ്യൻസ്, ഈ പേഷ്യൻസിലൊക്കെ നമുക്ക് വാട്ടർ ഫ്ലോസർ ആയിരിക്കും ഒന്നും കൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. ഡോക്ടർ ഈ ഫ്ലോസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആക്ച്വലി ഈ വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്നത് പലർക്കും അറിയില്ല അതിൻ്റെ ഒരു റിയൽ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ഇതിന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പിന്നെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ഡെമോ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡെന്റൽ റിലേറ്റഡ് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറക്കണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.